എൻ്റെ പേര് ഫാദർ നിബിൻ കുര്യാക്കോസ്. ഞാൻ ഈ പോണേൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകയിൽ സഹവികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി മക്കൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൂടാനായിട്ട് വന്നു. അതൊക്കെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ വിജയമാണ്. അതിനേക്കാളുപരി കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. വൈദികർ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്നത് വിൻസെൻഷൻ വൈദികരാണ്. അവരുടെ ആ രൂപിയും ആ തീക്ഷ്ണതയും ആ കത്തിജ്വലിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെയും ഹൃദയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ തൊടുന്നുണ്ട്. ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനായിട്ട്, ഇനിയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ഇടവകയിൽ വന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനൊരു വിശുദ്ധീകരണത്തിൻ്റെ ധ്യാനമെടുത്തതിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പോണേൽ ഇടവക ഒത്തിരി വിശുദ്ധീകരിക്കപ്പെട്ടു. ഒത്തിരി ദൈവത്തിൻ്റെ അരൂപി ഇന്ന് പെയ്തിറങ്ങുന്ന ദിവസങ്ങളിലാണ്. ഇനിയും ആ വിശുദ്ധീകരണം തുടർന്നു കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. നമ്മളൊന്ന് ഓർക്കണം, ഈ ആത്മീയ യാത്രയിലുടനീളം നമ്മെ നോക്കുന്ന ഒരു ഈശോയുണ്ട്. യേശുവിൻ്റെ നോട്ടം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ, ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. ഈശോ പലരെയും നോക്കിയതായിട്ട് നമ്മൾ വചനങ്ങളിൽ കാണുന്നുണ്ട്. സക്കേവൂസിനെ ഈശോ നോക്കുന്നത് നമുക്കറിയാം. സിക്കമോർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്നു, സക്കേവൂസിനെ നോക്കുന്നു. ജനം സക്കേവൂസിനെ നോക്കിയത് എപ്രകാരമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു പിടിച്ചുപറിക്കാരൻ, ദുഷ്ടൻ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരെന്ന് അന്യായമായി ചുങ്കം പിരിച്ചെടുക്കുന്ന ഒരു ദുർമാർഗിയായ, അല്ലെങ്കിൽ അവരെ അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് സക്കേവൂസിനെ അവരൊക്കെ നോക്കിയത്, ചുറ്റുമുള്ളവർ. ഈശോ വന്ന് സിക്കമോർ മരത്തിലേക്ക് നോക്കിയപ്പോഴും ചുറ്റുമുള്ളവരൊക്കെ ഈശോ അവിടെ നോക്കുന്ന കണ്ടപ്പോൾ അവനെ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. അവൻ ആരാണ്, അവൻ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ചതിക്കുന്നവനും വഞ്ചിച്ചെടുക്കുന്നവനും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈശോ നോക്കിയത് സക്കേവൂസിന്റെ ഹൃദയത്തിലേക്കാണ്. സക്കേവൂസ് എന്ന പേരിന്റെ അർത്ഥം നിഷ്കളങ്കനെന്നാണ്, ശുദ്ധനെന്നാണ്. ഈശോ നോക്കിയത് അവൻ്റെ ഹൃദയം ശുദ്ധമാണോ, ആ നിഷ്കളങ്കതയുടെ ഒരു അല്പം അംശമെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ആ നോട്ടം സക്കേവൂസിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. സക്കേവൂസ് താഴെ ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി. അവന് മാനസാന്തരമുണ്ടായി. തിരുവചനം ബാക്കിയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ നോട്ടം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും അല്ല ഈശോ നോക്കുക. സക്കേവൂസിനുണ്ടായിരുന്ന വീഴ്ചകളോ പോരായ്മകളോ ഒന്നും അല്ല ഈശോ നോക്കിയത്. അവൻ്റെ പേര് നിഷ്കളങ്കനെന്നാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിഷ്കളങ്കതയുടെ കണിക അവശേഷിക്കുന്നുണ്ട് എന്ന് ഈശോയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. അവൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ നോട്ടം പതിഞ്ഞപ്പോൾ അവന് മാനസാന്തരമുണ്ടായി. അവൻ്റെ മനസാക്ഷിയിൽ മാറ്റം വന്നു, അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, അവൻ്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ട്. ധനികനായൊരു യുവാവുണ്ടായിരുന്നു, നമുക്കറിയാം. നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ഈശോയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഈശോ അവനെയും നോക്കി. അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഈശോയുടെ ഉപദേശം അവന് കയ്പ് നിറഞ്ഞതായിട്ട് തോന്നി.
അവൻ ദുഃഖിതനായി തിരിച്ചുപോയി എന്നാണ് വചനം പറയുക. അപ്പൊ അവന്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ നോട്ടം ചെന്നില്ല. ഈശോയുടെ നോട്ടം സ്വീകരിക്കാൻ അവന് സാധിച്ചില്ല. ഈശോ ആഗ്രഹിച്ചത് അവനിൽ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവന് ഈശോയുടെ ആ ഒരു നോട്ടം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഈശോ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വചന പ്രഘോഷകരിലൂടെ, കൂദാശയിലൂടെ, ദിവികാരുണ്യ കൂദാശയിലൂടെ, കുംഭസാരം എന്ന കൂദാശയിലൂടെ, വചനത്തിലൂടെ ഒക്കെ ഈശോ നമ്മളെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആ നോട്ടം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ ദിവസങ്ങളിൽ ഈശോയുടെ നോട്ടം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈശോ യൂദാസിനെയും നോക്കി. യൂദാസ് നോക്കിയത് 30 വെള്ളിക്കാശിലേക്കാണ് അല്ലേ? ഈശോ യൂദാസിനെ നോക്കി, പക്ഷെ അവൻ്റെ നോട്ടം പോയത് 30 വെള്ളിക്കാശിലേക്കാണ്. അവൻ നാശത്തിലേക്ക് പോയി. അവൻ ഈശോയിലേക്ക് നോക്കിയില്ല. ഈശോയുടെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞില്ല, അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിൽ നാശമുണ്ടായി. പലപ്പോഴും ഈശോ നമ്മളെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നോട്ടം പതറിപ്പോകുമ്പോഴാണ് പലതും സംഭവിക്കുക. ഈശോയുടെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയണം, നമ്മുടെ കണ്ണുകളിൽ പതിയണം. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. ധ്യാന സമയത്തും നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ ആയിരുന്ന പങ്കുവെച്ച് ഈ ധ്യാന ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി ഈശോയുടെ സാന്നിധ്യം കടന്നു വന്നപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഈശോ നമ്മളെ അടുത്ത് വന്ന് കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടുണ്ട്. നമ്മുടെ നോട്ടം ഈശോയിൽ പതിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ഉള്ള ഒരു രംഗമുണ്ട്. ഈശോയെ തള്ളിപ്പറഞ്ഞ് അവസാനം കോഴി കൂകിക്കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ചുറ്റിയൊക്കെ അവൻ്റെ തല കടിക്കുന്ന പോലൊരു അനുഭവം ഒരുപക്ഷെ പത്രോസിനുണ്ടായി കാണും. താൻ ചെയ്ത് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. തൊട്ടടുത്തുകൂടി ഈശോയെ ഇങ്ങനെ അവൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പട്ടാളക്കാർ കൊണ്ടുപോകുമ്പോൾ ഈശോ അവനെ നോക്കുന്ന ഒരു രംഗമുണ്ട്, അവൻ്റെ ഉള്ളുലയ്ക്കുന്ന ഒരു നോട്ടം. വചനം പറയുന്നുണ്ട്, പത്രോസ് പുറത്തു പോയി പൊട്ടിക്കരഞ്ഞ് ഹൃദയം നൊന്ത് കരഞ്ഞുവെന്ന്. ഈശോ അവനെ നോക്കിയപ്പോൾ പത്രോസ് പുറത്തേക്കോടി ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് വചനം പറയുക. ഈശോയുടെ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിൽ കൊണ്ടു. ഈശോയുടെ നോട്ടം അവൻ്റെ ഹൃദയം വേദനിക്കുന്നതിന്, നോവുന്നതിന് കാരണമായി. അവന് പൊട്ടിക്കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ജീവിതത്തിലെ മാറ്റമുണ്ടായി നമുക്കറിയാം. ഈശോയുടെ നോട്ടം കൊണ്ട് പിന്നീട് സഭയ്ക്ക് ആദ്യത്തെ പാപ്പായെ കിട്ടി, സഭയുടെ തലവനെ കിട്ടുകയാണ്. പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രേക്ഷിത ജീവിതം നയിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തോടെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നവനായിട്ട് അവൻ മാറുന്നുണ്ട്. ഈശോയുടെ നോട്ടം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ്. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ല ഓരോ വാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ.
ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീദാസരേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീദാസരേ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ എന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ എന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. സഹോദരങ്ങളെ, സ്വർഗം നമ്മുടെ കൺമുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവപിതാവും രക്ഷകനായ ദൈവപുത്രനും നമ്മോട് ഒത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവും ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഇത് വിശുദ്ധ മണിക്കൂറാണിത്. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളവ കേൾക്കാനും ദൈവത്തിന് നന്ദി പറയാനും ഈ പോപ്പുലർ മിഷൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതയർപ്പിക്കാനുള്ള വിശുദ്ധമായ സമയമായത്. ഈശോയെ, നീ എൻ്റെ സർവസ്വവുമാണ് എന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിലായിരിക്കുക. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. റിട്രീറ്റ് ഈസ് എ റിമൈൻഡർ എന്ന് പറയും. പോപ്പുലർ മിഷൻ ധ്യാനം എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാമോദീസ സ്വീകരിച്ച നാള് മുതൽ, തിരിച്ചറിവായ കാലം മുതൽ, കാറ്റഗിസം ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, തുടർന്ന് കൂദാശകളിലൂടെ നാം സ്വീകരിച്ച ദൈവത്തിൻ്റെ കൃപകൾ, നമ്മൾ കടന്നു വന്ന വഴികളിൽ, അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ, ഇവയൊക്കെ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അവസരമായിരുന്നു ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി നമ്മൾ ചെയ്ത ഈ പോപ്പുലർ മിഷൻ ധ്യാനം. നമ്മൾ സാധാരണ റോഡുകളിലൂടെയൊക്കെ പോകുമ്പോൾ സ്കൂളുകളുടെയോ പള്ളികളുടെയോ ഒക്കെ മുമ്പിൽ തിരക്കുള്ള റോഡുകളാണെങ്കിൽ ട്രാഫിക് പോലീസ് ട്രാഫിക് ബാരിക്കേഡുകൾ വെക്കും. ആ ബാരിക്കേഡിൻ്റെ മുകളിൽ 3 വാക്കുകൾ സാധാരണ എഴുതി വെക്കാറുണ്ട്. സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. നിൽക്കുക, നോക്കുക, തുടരുക. എനിക്ക് തോന്നുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറയുന്നത് 5-6 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മാത്രമായി രാവിലെയും വൈകുന്നേരങ്ങളിലുമായി
കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് ശാന്തമായി നിൽക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നേ? ജീവിതത്തിൽ ഒത്തിരിയേറെ തിരക്കുകളുള്ളവരാണ് നമ്മളൊക്കെ. പല വിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ, ജോലികൾ, തൊഴിലുകൾ ചെയ്യുന്നവര്, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളുള്ളവര്, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, പഠിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, പലവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, ഒത്തിരിയേറെ തിരക്കുകളുടെ ഇടയിൽ 5-6 ദിവസം പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി മാറ്റിവെച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഓർമ്മപ്പെടുത്തലിനു വേണ്ടി നമ്മൾ വന്ന് ചെലവഴിച്ച സമയങ്ങൾ, ഇത് ദൈവത്തിൻ്റെ മുൻപിലുള്ള ഒരു നിൽക്കല. ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുവന്നു. ഈ നിൽപ്പ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാ പുറകോട്ട് നോക്കുന്നതെന്നറിയാലോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ കണ്ണോടിക്കാൻ. എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്പം കൂടെ മെച്ചപ്പെടുത്തി മുൻപോട്ട് പോകണമെന്ന ആഗ്രഹത്തോടെ ദൈവ തിരുസന്നിധികൾ തീരുമാനങ്ങൾ എടുക്കാൻ, ബോധപൂർവം ഏകാഗ്രതയോടെ മുൻപോട്ട് പോകാൻ, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ കൃത്യമായി നിർവഹിക്കാനുള്ള താല്പര്യത്തോടുകൂടെയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. പുറകിലോട്ടുള്ള നോട്ടം മുൻപോട്ട് പ്രതീക്ഷയോടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അല്പം കൂടെ മെച്ചമായ രീതിയിൽ മുൻപോട്ട് കുതിക്കാൻ, ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ ട്രാഫിക് ലൈറ്റ് ഗ്രീൻ സിഗ്നൽ തെളിയും, പച്ച വെളിച്ചം കാണുമ്പോഴാ വണ്ടി മുന്നോട്ടെടുക്കുക. മുൻപോട്ട് പോകാനുള്ള വെളിച്ചം നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യ ഈശോ പകർന്നു നൽകുന്ന വിശുദ്ധ നിമിഷങ്ങളായത്. ഞാനങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ലൂക്കാസ് വിശേഷത്തിൻ്റെ 24-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: മുകളിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലം വിട്ട് പുറത്തു പോകരുത്. ഉദ്ധിതനായ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൂട്ടി അവരോട് അവസാനമായി പറഞ്ഞ കാര്യം ഇതാ: മുകളിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. മുകളിൽ നിന്നുള്ള ശക്തി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിനെ കൊണ്ട് നിറയുന്നത് വരെയും നിങ്ങൾ ആരും ഈ ദേവാലയം വിട്ട് പുറത്തു പോകരുത് എന്ന ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി ഈ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹത്തോടെ ചൊല്ലിത്തരുന്ന ഈ കൊച്ചു പ്രാർത്ഥന എല്ലാവരും സ്വരമുയർത്തി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, എല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവായ ഈശോയെ, കരുണയുള്ള ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും മാതാപിതാക്കളിലൂടെ ജന്മം നൽകി മനുഷ്യരായി ഈ ലോകത്തിൽ സൃഷ്ടിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും സൃഷ്ടവസ്തുക്കൾക്ക് മകുടമായി നിയമിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ സ്നേഹമേ, ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങൾ എല്ലാവരിലും വന്നു നിറയണമേ. സ്വർഗം തുറക്കണമേ. വലിയ അഭിഷേകമായി വന്നു നിറയണമേ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണമേ. ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഹിലാരി, ഇവിടുത്തെ പോണൽ ഇടവയിലെ KLCAയുടെ പ്രസിഡൻ്റാണ്, യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഈ സഹോദരൻ മരിയദാസ് ഞങ്ങളുടെ ഇടവക പാരിഷ് കൗൺസിലെ വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനം വിൻസിഷൻ സഭാംഗങ്ങൾ നടത്തുന്ന പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് 2ാം തവണയാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നത്. അന്ന് കുട്ടിക്കാലമായിരുന്നത് കൊണ്ട് ആ ഒരു രീതിയിലാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് എന്നെ സംബന്ധിച്ച് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ സഭാ വിശ്വാസി ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് ഈ പോണൽ പ്രദേശത്ത് ഈ ജനങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, തീമഴകൾ വാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ജോജോ അച്ഛൻ്റെയും തോമസ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ വളരെ വലിയ അഭിഷേകങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എൻ്റെ പേര് ജിജി ഡോൺ. ഞങ്ങൾ മാതൃവേദി സെൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ചിലെ അംഗങ്ങളാണ്. ഞാൻ പ്രസിഡൻറ്റ്, ഇത് വൈസ് പ്രസിഡൻറ്റ് പ്രഷീല റോൾഡൻ, അംഗം തനുജ സേവ്യർ, ട്രഷറർ ബെൻസി, അംഗം മറീന ബോസ്. പിന്നെ ധ്യാനത്തിനെക്കുറിച്ചുള്ള 2 വാക്ക് സംസാരിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം 30 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ 2ാമത് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം എല്ലാ അംഗങ്ങളും, പള്ളിയിലെ 90% അംഗങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്ന പോലെയല്ല, ആദ്യം ഞായറാഴ്ച തുടങ്ങിയപ്പോൾ ഉള്ള പോലെയല്ല. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അവസാനിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാവർക്കും ഭയങ്കര ഉണർവാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയ എല്ലാ അച്ഛന്മാർക്കും ഞങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛനും കൊച്ചച്ഛനും പിന്നെ കേന്ദ്ര സമിതി അംഗങ്ങൾക്കും ഞങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് പറയുന്നു. എൻ്റെ പേര് സിസ്റ്റർ ലീല MSc, മിഷണറീസ് ഓഫ് ദ സേക്രഡ് ഹാർട്ട്. ഞാൻ പോണേൽ ഇടവകയിലെ പ്രധാന അധ്യാപികയായി വർക്ക് ചെയ്യുന്നു, മതബോധന വിഭാഗത്തിൻ്റെ. നമ്മൾക്ക് 400ഓളം കുട്ടികളുണ്ട്. പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ഇടവകയിലേക്ക് വരുന്നുവെന്നറിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി നടത്തി. ഒരു കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു.
ഈ 400 കുട്ടികൾ എല്ലാവർക്കും വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും വന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആത്മീയ നിറവിൽ വളരുവാൻ ഈ ധ്യാനം സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇടവകയിൽ ഇങ്ങനെയൊരു ധ്യാനം നടക്കുന്നത്. അതിനായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും പോപ്പുലർ മിഷൻ ധ്യാന സെൻറ്ററിലെ എല്ലാ വൈദികരെയും ടീമിനെയും അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.